അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ എത്ര സീറ്റുകൾ നേടും എന്നത് സംബന്ധിച്ച ഒരു ചർച്ച നമ്മൾ 2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തിരുവനന്തപുരം ജില്ല കഴക്കൂട്ടം ഫോക്കസ് ചെയ്ത് തിരുവനന്തപുരം ജില്ല ആകെ പരിശോധിച്ചപ്പോൾ ജില്ലയിലെ 6 സീറ്റുകൾ BJPക്ക് നേടാം എന്നൊരു കൺക്ലൂഷനിലാണ് എത്തിയത്. അപ്പം ബാക്കിയുള്ളത് അത് നമ്മുടെ ഒരു നിരീക്ഷണമാണ്. നമ്മുടെ അവിടെയുള്ള രാഷ്ട്രീയ ബലാബലമൊക്കെ അപഗ്രഥിച്ചതിന് ശേഷമാണ് BJPക്ക് 6 സീറ്റുകൾ വരെ നേടാം എന്നുള്ള സാധ്യത നമ്മൾ കണ്ടെത്തിയത്. ബാക്കി BJP പണിയെടുക്കണം. ഇനി തിരുവനന്തപുരം വിട്ട് കൊല്ലത്തേക്ക് എത്തിയാൽ BJP മുന്നണി എന്ന് പറയാനല്ലേ, BDJS ഉണ്ടല്ലോ, കൊല്ലത്ത് BDJS മത്സരിക്കാറുണ്ട്, വർക്കറയൊക്കെ. അപ്പോൾ ഏതായാലും BDJSന് സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്ന ജില്ലകളിലൊന്നാണ് കൊല്ലം. അപ്പോൾ BJP മുന്നണിക്ക്, NDA മുന്നണിക്ക് കൊല്ലത്തെ സാധ്യതകൾ എന്താണ്? നമ്മളിനി എല്ലാ ദിവസവും കേരളത്തിലെ 14 ജില്ലകളും നമ്മളിങ്ങനെ കവർ ചെയ്യാൻ പോവാണ്. ഈ കൊല്ലത്ത് ഈ BDJSന്റെ കാര്യം പറഞ്ഞപ്പോൾ കൊല്ലം നോക്കുമ്പോൾ ഈ നേരത്തെ BJP മത്സരിച്ച് തരക്കേടില്ലാതെ വോട്ട് പിടിച്ച സ്ഥലത്ത് BDJS മത്സരിക്കുമ്പോൾ വോട്ട് നന്നായിട്ട് കുറയുന്നുണ്ട്. അതൊരു വല്ലാത്ത സംഭവമാണ്. മുന്നണിയിലെ ഘടകകക്ഷി മത്സരിക്കുമ്പോൾ വോട്ട് കിട്ടുന്നില്ല, BJP മത്സരിച്ചാൽ കിട്ടും. അതെന്തായിരിക്കും? ജാതീയമായ ഫോർമുലകളാണ്. BDJS എന്ന് പറഞ്ഞൊരു ഈഴവ പാർട്ടിയായിട്ട് കണക്കാക്കുന്നത്. BDJS ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വേരാഴ്ത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കേരളത്തിൽ. അത് തുടക്കം ഇത് ഉണ്ടായി വരുമ്പോൾ ഇതൊരു വലിയ സംഭവമായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നല്ലോ. ശംഖുമുഖത്തോ അവിടെയൊക്കെ വെച്ചിട്ട് ഈ കൊടി ഉയർത്തുന്ന പരിപാടിയൊക്കെ. എന്നിട്ട് ഇവര് രണ്ടുപേരും ഇതിന്റെ കൂടെ ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ വന്നല്ലോ. വെള്ളാപ്പള്ളിയും മോനും, അതോ മോൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണിത്. ആ കൺഫ്യൂഷനാണ് ഈ പാർട്ടിയെ തകർത്തത്. അതാണ് അത്. ഈഴവരെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട്. അത് ആ സമുദായത്തിനും ഉണ്ട്, പുറത്തു നിൽക്കുന്നവർക്കും ഒക്കെ ഉണ്ട്. ഞാൻ ഈ കൊല്ലം നോക്കിയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, BDJS മത്സരിച്ചപ്പോൾ മുമ്പ് BJPക്ക് നല്ല വോട്ട് കിട്ടിയിടത്തും. കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. പഴയ പരമ്പരാഗത തൊഴിലാളി കശുവണ്ടി മേഖല ഉൾപ്പെടെ ഇതൊക്കെ ഈഴവരാണ്. പിന്നെ ശിവഗിരി, വർക്കല ഒക്കെ അവിടെയാണ്. അപ്പം മയ്യനാട് പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഈഴവ സമുദായത്തിന് വളരെ പ്രാമുഖ്യമുള്ളൊരു ജില്ല, ഹിന്ദുക്കൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള ജില്ല. തിരുവനന്തപുരം പോലെ തന്നെ ഹിന്ദു മജോറിറ്റി ഉള്ള ഒരു ജില്ലയാണ്. ചില ഭാഗങ്ങളിലൊക്കെ വലിയ തോതിൽ ഇസ്ലാമിക ശക്തികൾക്ക് സ്വാധീനമുള്ള പോക്കറ്റുകളുണ്ട്, കരുനാഗപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്താൽ. അതുകൊണ്ട് കാണാതെ പോയി. എന്നാൽ പോലും പിന്നെ ഹിന്ദു വോട്ടുകൾ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതിന് ഒരു പ്രശ്നം കൂടിയുണ്ട്. ഫോക്കസ്ഡ് അല്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. എന്നാൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മണ്ഡലങ്ങളുമുണ്ട്. എല്ലാവരും ഈഴവ സ്ഥാനാർത്ഥികൾക്ക് പരമാവധി സീറ്റ് കിട്ടുന്നൊരു ജില്ല കൊല്ലമാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ടായിരിക്കും ഈ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ മുൻകാലങ്ങളിൽ പോയിട്ടുള്ളത്? BJPയുടെ വലിയ മുന്നേറ്റം ഇല്ലെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരമാവധി കിട്ടാവുന്നത് ഒരു സീറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊല്ലം ജില്ല അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ ഒരു ഷെയർ വെച്ചിട്ടല്ലേ പറയുന്നത്? അല്ല, പാർലമെന്റിൽ കിട്ടിയത് കൊണ്ടല്ല. ചാത്തന്നൂർ ഇതിന് മുമ്പത്തെ 2 തെരഞ്ഞെടുപ്പിലും, ഒരു തെരഞ്ഞെടുപ്പിലും 30% കിട്ടിയിട്ടുണ്ട്, അതിന് മുമ്പ് 25% കിട്ടിയിട്ടുണ്ട്. രണ്ടും BB ഗോപകുമാർ എന്ന സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോഴാണ്. ഈ BB ഗോപകുമാറിനെയൊക്കെ ഈ മാധ്യമങ്ങൾ അവതരിപ്പിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞുപോയി. BB ഗോപകുമാർ BJP സ്ഥാനാർത്ഥിയായിരുന്നു. BJP സ്ഥാനാർത്ഥി. അപ്പോ കഴിഞ്ഞ ഈ 2024 തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും സത്യത്തില് ചാത്തന്നൂരിൽ ഒരു ശക്കലം പുറകോട്ട് പോവുക ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ പ്രേമേന്ദ്രനാണല്ലോ മത്സരിക്കുന്നത്. പ്രേമേന്ദ്രൻ മത്സരിക്കുമ്പോൾ പ്രേമേന്ദ്രൻ ജയിക്കുകയും പ്രേമേന്ദ്രൻ പോയി കഴിയുമ്പോൾ ഇടതുപക്ഷം ജയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കൊല്ലം നിലകൊള്ളുന്നത്. പ്രേമേന്ദ്രൻ നിൽക്കുമ്പോൾ എല്ലായിടത്തും പുള്ളിക്ക് കിട്ടും. അപ്പം അങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തോട് അടുത്ത് നിൽക്കുന്ന 3ാം സ്ഥാനത്ത് BJP പോയ തൊട്ടടുത്ത് നെക്ക് ടു നെക്ക് എത്തി 110 വോട്ടോ 200 വോട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് വ്യത്യാസം. 2ാം സ്ഥാനം 3ാം സ്ഥാനം അങ്ങനെ 11 മണ്ഡലമുണ്ട്. മലമ്പുഴ, ഗുരുവായൂര്, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി
റാന്നി, കോന്നി, ചാത്തന്നൂർ. ശരിക്കും ചാത്തന്നൂർ ഞാൻ പറഞ്ഞില്ലേ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ. പക്ഷേ ഈ 2024 വന്നപ്പോൾ അത് 3ാം സ്ഥാനത്തേക്ക് പോയി. പ്രേമേന്ദ്രൻ ഇഫക്റ്റ് ആണ്. ശരിക്കും 2ാം സ്ഥാനം തന്നെയാണ് സ്ഥലമാണ്. ശശി തരൂരിന്റെ കാര്യം പറയുന്ന പോലെയാണ്. അതെ. അപ്പൊ ചാത്തന്നൂര്, കരുനാഗപ്പള്ളി ഏതാണ്ട് വന്നിട്ടുണ്ട്. ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, പാറശാല നോക്കൂ. അപ്പോഴും തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളാണ് ഭയങ്കരമായ മുന്നേറ്റത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കൊല്ലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മുമ്പത്തേക്കാൾ നന്നായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ വളർന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജി കൃഷ്ണകുമാറാണ് മത്സരിച്ചത്. 17.82% അവിടെ കിട്ടിയിരിക്കുന്ന വോട്ട്. എന്ന് പറഞ്ഞാൽ 20%-ലേക്കൊന്നും എത്തിയിട്ടില്ല. 20% എത്തി 20-ന്റെ അപ്പുറത്തേക്കൊക്കെ പോയപ്പോഴാണ് ഒരു ഭിന്നബിലിറ്റി. അപ്പം അതുകൊണ്ട് അത് അവിടെ ഇല്ല. മുകേഷിന് 32%, പ്രേമേന്ദ്രന് 48.45% ആണ് കിട്ടിയത്. പക്ഷെ പ്രേമേന്ദ്രന് മുമ്പ് 51% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BJP ശക്കല അതിൻ്റെ അകത്തേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. പ്രേമേന്ദ്രന്റെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ 2009 മുതൽ CPM തോൽക്കുന്ന മണ്ഡലമാണ് ഈ ലോക്സഭ. നമ്മൾ നോക്കുകയാണെങ്കിൽ CPM നിരന്തരം തോൽക്കുക 2009 മുതൽ. LDFന് 2024 വോട്ട് കുറഞ്ഞു. BJPക്കും കോൺഗ്രസിനും വോട്ട് കൂടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി. മുസ്ലിങ്ങൾ 18.3% ഉണ്ട് കൊല്ലത്ത് ലോക്സഭ എടുക്കുമ്പോൾ. ക്രിസ്ത്യാനികൾ 14.6%. അപ്പം മുസ്ലിം എന്ന് പറയുന്നത് ഒരു നല്ല ചങ്ക് ഉണ്ട്. ക്രിസ്ത്യൻസും മോശമല്ല ഉണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് 11.3% ഉണ്ട്. അതും ഒരു സൈസബിൾ ആണല്ലോ, 10ന്റെ മുകളിലുണ്ട്. കുണ്ടറ ഒഴികെ 6 LDF വളരെ സ്ട്രോങ് ആണ്. കുണ്ടറയിൽ വല്ലപ്പോഴും ഒക്കെ കോൺഗ്രസ് ജയിക്കുന്ന ഒരു മണ്ഡലം. വിഷ്ണുനാഥൊക്കെ പോയില്ലേ? കുണ്ടറ ഒഴികെയുള്ള 6 വിഷ്ണുവിന്റെ ഒരു പേഴ്സണൽ വോട്ടാണ്. അതിന് മുമ്പും കുണ്ടറയിൽ കാരണം കോൺഗ്രസിനകത്ത് ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു നേതാവാണ് PC വിഷ്ണുനാഥ്. അനാവശ്യമായ ഒരു വിവാദത്തിലുമില്ല, വളരെ സൗമ്യനായി നിൽക്കുന്ന ഒരാളാണ് വിഷ്ണു. അപ്പൊ ഈ കുണ്ടറ ഒഴികെ 6 LDF ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ചാത്തന്നൂരിലാണ് BJP വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഒരു സ്ഥലം. വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ നന്നായി പണിയെടുത്തു കഴിഞ്ഞാൽ പിടിക്കാവുന്ന 30% വന്ന 30% വന്നിട്ടുള്ള, അല്ലെങ്കിൽ 20ന്റെ മുകളിൽ വന്നിട്ടുള്ള ഏക മണ്ഡലമാണ് ഈ ചാത്തന്നൂർ എന്ന് പറയുന്നത്. ഇപ്പൊ ചാത്തന്നൂരാണ് കൊല്ലം ജില്ലയിൽ മുന്തിയ പരിഗണന BJP കൊടുക്കേണ്ട സ്ഥലം. ചാവറ, പുനലൂര്, ചവറ, പുനലൂര്, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ഇത്രയുമാണ് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ. അപ്പോൾ 2024 പ്രേമേന്ദ്രന് 3.16% മുമ്പത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട് വോട്ട്. BJPക്ക് 7.15% കൂടി. മോശമല്ലല്ലോ, 7.15% കൂടി. CPMന് 4.2% കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ BJP CPMന്റെ വോട്ട് തിന്നിട്ടുണ്ട്. അത് ഗോവിന്ദൻ പറയുന്നുണ്ടല്ലോ. ശരിക്കും അത് സംഭവിച്ചിട്ടുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ കൊല്ലത്തും ഈഴവ വോട്ടുകളും ഒക്കെ വന്നു തുടങ്ങി BJPയിലേക്ക് വന്നിട്ടുണ്ട്. 2019 പ്രേമേന്ദ്രന് 51.61% ഉണ്ടായിരുന്നു. അതാണിപ്പോൾ കുറഞ്ഞിരിക്കുന്നത്, 48.4 കുറഞ്ഞത് ഇത്തവണ. അപ്പോൾ പ്രേമേന്ദ്രൻ്റെ ബാലഗോപാലിന് അന്ന് 36.24 -5.94 അന്ന്. മുമ്പ് കിട്ടിയതിനേക്കാൾ 5.94% കുറവായിരുന്നു ബാലഗോപാലിന്. അഡ്വക്കേറ്റ് KV സാബു BJPയുടെ സ്ഥാനാർത്ഥി 2019 10.67% ആ 10.67% സാബുവിന് കിട്ടിയപ്പോൾ അത് +4% ആയിരുന്നു മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. അവിടെയാണ് ആ 10.67 17.82 കൃഷ്ണകുമാറിന് വന്നിരിക്കുന്നത്. 7.8% കൂടി എന്ന് പറയുന്നത്. അപ്പോൾ BJPക്ക് 10.67 നിന്ന് 2024 ആയപ്പോൾ
17.82 വളർച്ചയുണ്ട്. ഏതാണ്ട് 100% പറയാം. ഏതാണ്ട് 100%. 100 അല്ല 70 70% എന്നൊക്കെ പറയാം. 7.82% കൂടിയല്ലോ. 2014 BJPക്ക് 6.67% മാത്രമായിരുന്നു. ആണ് വലിയ കുതിച്ചുചാട്ടം അല്ല, നമ്മൾ കേരളത്തിലെ ഏത് മണ്ഡലം എടുത്താലും കേരളത്തിൽ ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, അത് BJP മാത്രമാണ്. BJP ബാക്കി എല്ലാ പാർട്ടികളും സെറ്റ് ബാക്ക് ആയിരിക്കുമ്പോൾ BJP വളർന്നുകൊണ്ടിരിക്കും. BJP 4%, 5% ഒക്കെ വളരുന്നുണ്ട്. ചിലപ്പോൾ ഇരട്ടിയൊക്കെ വളരുന്നുണ്ട്. 6% നിന്ന് 22% ഒക്കെ ആയ ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അല്ല, എവിടെ ചെന്നാലും BJPക്ക് നമ്മളൊരു ഏത് സ്ഥലത്ത് ചെന്നാലും 100 പേരുള്ളതിൽ ഒരു 20 പേര് BJPക്കാരാണ് എന്നൊരവസ്ഥ കേരളത്തിൽ പൊതുവിലുണ്ട്. അതാണല്ലോ 20% എന്ന് പറയുന്നത്. അത് ശരാശരി വോട്ടാണ്. ശരാശരി വോട്ട് കേരളത്തിൽ ഇപ്പൊ 20.27% എന്ന് പറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോ ചവറയില് 2010 ഇനി നിയമസഭ നോക്കാം നമുക്ക്. ചവറ 2011 1.59% മാത്രമായിരുന്നു BJP. 1.59 മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 100 പേരെടുത്താൽ 2 പേര് പോലും BJPക്കാരില്ല ഉണ്ടായിരുന്നില്ല. അത് 2016 7.44, 2021 9.95, 10% ആയി. എന്ന് പറഞ്ഞാൽ 1% ഒക്കെ ആയിരുന്നു, 10% ആയി. പുനലൂര് 2021 13.72%. ഇത് 2011 3.12% ആയിരുന്നു. എല്ലാ മണ്ഡലത്തിലും വളർന്നുണ്ട്. ചടയമംഗലം 2021 15.11%, 2011 അത് 3.26 മാത്രമായിരുന്നു. കുണ്ടറ 2021 BJP 3. BDJS, അതാണ് പ്രശ്നം. കുണ്ടറ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BDJS 3.9% മാത്രം. വളർച്ചയില്ല. BDJS വന്നപ്പോ 2016 BJP നിന്നപ്പോ 13.28%. അപ്പൊ ആ 10% വോട്ടുകൾ എവിടെ പോയി? അതാണ് പ്രശ്നം. BDJSനെ അല്ല ഇവിടെയൊക്കെ നിർത്തേണ്ടത് എന്ന് നമ്മൾ പച്ചക്ക് പറയേണ്ട അവസ്ഥയാണ്. 13.28 2016 കിട്ടിയത് 3.9 കുറഞ്ഞു. BDJS പ്രേമേന്ദ്രന് വിറ്റോ എന്ന് നമ്മൾ രാഷ്ട്രീയം ചോദിക്കേണ്ട അവസ്ഥയിലാണ് ഇത് വന്നിരിക്കുന്നത്. പ്രേമേന്ദ്രനോട് വെള്ളാപ്പള്ളിക്ക് വലിയ താല്പര്യമില്ലായിരുന്നല്ലോ. താല്പര്യമില്ല, പക്ഷെ വേറെ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യാമല്ലോ ഈ സ്ഥാനാർത്ഥി. അത് ആ വോട്ടുകൾ LDFന് പോയോ? അല്ല, വെള്ളാപ്പള്ളി അല്ലല്ലോ BDJSന് സ്ഥാനാർത്ഥി നിർത്തുന്നത്, തുഷാറല്ലേ. തുഷാർ സ്ഥാനാർത്ഥി നിർത്തും, ഇപ്പുറത്ത് വെള്ളാപ്പള്ളി പ്രസംഗിക്കും, അത് ചെയ്യും എതിരെ. 2011 4.68 ഉണ്ടായിരുന്നു. അതാണ് ഈ 3.9 കഴിഞ്ഞ തവണ കുറഞ്ഞിരിക്കുന്നത് കൊല്ലത്ത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കുണ്ടറ സീറ്റിൽ മത്സരിക്കേണ്ടത് ഇക്കുറി മത്സരിക്കേണ്ടത് BJP ആണ്. BDJSന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു സീറ്റ് കൊടുക്കും, വേറെ ഏതെങ്കിലും സീറ്റ് കൊടുക്കും. ഇത് BDJS മനസ്സിലാക്കണം. കാരണം തെരഞ്ഞെടുപ്പിൽ വെറുതെ മത്സരിക്കാനല്ല, ജയിക്കാനും മുന്നണിയെ തോൽപ്പിക്കുക എന്നുള്ളതല്ല BDJS നമുക്ക്. അതാണ് നമ്മൾ വെറുതെ ഇത്ര എണ്ണം വേണം, ഇന്ന സീറ്റ് കിട്ടിയേ പറ്റുള്ളൂ, അവിടെ ഈഴവ മെജോറിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ വാശി പിടിച്ചിട്ട് കാര്യമില്ല. മുൻകാലങ്ങളിൽ കിട്ടിയ വോട്ട് എത്രയാണെന്ന് മനസ്സിലാക്കി യാഥാർത്ഥ്യബോധത്തോടെ BDJSും BJPയും കൊല്ലത്ത് പെരുമാറേണ്ടതുണ്ട്. കൊല്ലത്ത് പെരുമാറണം. കൊല്ലം പ്രോപ്പർ മണ്ഡലം 2021 പിന്നെയും BDJS 6.66%. കൊല്ലത്ത് BDJS സ്ഥാനാർത്ഥി. ഇത് 2016 15.77 ആയിരുന്നു. അവിടെയും 10% വ്യത്യാസം വന്നു. 2011 4.82% ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ 10% വ്യത്യാസം കൊല്ലത്തും വന്നു. അതായത് BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഗണ്യമായ ഒരു വിഭാഗത്തിന് BDJSന് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. അവര് പ്രേമേന്ദ്രനോ വേറെ ആർക്കെങ്കിലോ അവര് കൊടുക്കും എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ കൊല്ലത്തിന്റെ കാര്യത്തിലും തുഷാർ വെള്ളാപ്പള്ളിയും രാജീവ് ചന്ദ്രശേഖരും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സീറ്റ് വെച്ചു മാറുകയാണ് നല്ലത്. അതെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ സമുദായം മാറ്റിയാൽ ഗുണമുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം വോട്ടിൽ ഈ സമുദായമൊക്കെ വളരെ പ്രധാനമാണല്ലോ. അതും കൂടിയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഞാൻ കരുതുന്നത്. ഉണ്ടാവാം. കാരണം RSS കൊല്ലത്ത് ഈ പറഞ്ഞ പോലെ ഇഴവർക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷെ പ്രേമേന്ദ്രൻ അങ്ങനെ
പ്രേമേന്ദ്രൻ നായരുമാണ്. നായരാണ്. അതാ ഞാൻ പറയാൻ വന്നത്. ഈഴവരുടെ കാര്യം പറയുമ്പോഴൊക്കെ ഈഴവര് സെക്കുലറാണ്, അറിയാൻ വയ്യ. അതാ പറ്റിപ്പോയത്. ഇരവിപുരം 2021 BDJS 6.6 ഈ പറഞ്ഞല്ലോ. അപ്പോൾ കൊല്ലത്ത് 2021 10.93. ചാത്തന്നൂര് ഇനി നമ്മൾ പറയുന്ന മണ്ഡലം 2021 30.61. BB ഗോപകുമാർ 30ന്റെ മുകളിൽ വന്ന ഏക മണ്ഡല കൊല്ലത്ത്. BB ഗോപകുമാർ തന്നെ 2016 24.92. ആ വോട്ട് കൂട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് കൂട്ടി കിട്ടി. അപ്പൊ അപ്പൊ ഒരു പ്രാവശ്യം കൂടെ അത് BB ഗോപകുമാർ മത്സരിച്ചാൽ ചിലപ്പോൾ മണ്ഡലം പോരും. അത് നല്ല സപ്പോർട്ടും ഒക്കെ കൊടുത്ത് ഒരു ബ്ലിറ്റ്സ് ക്രീക്ക് എന്ന് പറയുന്ന പോലെ ഒരു പ്രചാരണം. ഇത് കാശൊന്നും വലുതായിട്ട് ഇറക്കിയിട്ട് കിട്ടിയതായിരിക്കില്ലല്ലോ. കൊല്ലം ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് എടുത്തിട്ടില്ല. അപ്പൊ ചാത്തന്നൂര് എടുത്തിട്ടുണ്ടാവും. ചാത്തന്നൂരിനെ ഫോക്കസ് ചെയ്യണം. ചാത്തന്നൂരിൽ BB ഗോപകുമാറിന് തന്നെ ഒരവസരം കൂടി കൊടുക്കാവുന്നതാണ്. അതെ, 2011 3.36 എന്നുള്ളതാണ് 2016 24.92 ആക്കിയത് ഗോപകുമാർ. 3% നിന്ന് 24% വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20% വളർച്ച വന്നു അവിടെ. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, എന്നാൽ പോലും അദ്ദേഹത്തിന് വലിയ തോതിൽ വോട്ട് പിടിക്കാനുള്ള ശേഷിയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഒന്നും എനിക്കറിയില്ല, അദ്ദേഹത്തെ ഞാൻ ചിത്രം പോലും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. BJPയിൽ എന്ത് പദവിയിലാണ് അദ്ദേഹം ഉള്ളതെന്നും അറിയില്ല. എന്നാൽ പോലും അദ്ദേഹം ഒരു ജയസാധ്യത കൂട്ടിക്കൂട്ടി വരുന്ന ഒരു മാസ് ബേസ് ഉള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്ക് വോട്ടർമാർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ RC BB ഗോപകുമാർ എന്നൊരു സ്ഥാനാർത്ഥിയുടെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ മികച്ചതായിരുന്നു ഇക്കാലം അത്രയും. ഒരു തവണ കൂടി പാർട്ടിയുടെ സർവ്വ മെഷീനറിയും ഉപയോഗിച്ചാൽ BB ഗോപകുമാർ ജയിച്ചു വരാനുള്ള സാധ്യത ചാത്തന്നൂരുണ്ട് അല്ലേ? ചാത്തന്നൂരുണ്ട്. ചാത്തന്നൂർ മാത്രമേ ഉള്ളൂ. പിന്നെ കരുനാഗപ്പള്ളി ഏതാണ്ട് അടുത്ത് വരുന്നുണ്ടല്ലോ. ഇപ്പോ ചാത്തന്നൂരിൽ 2021 CPയുടെ വോട്ട് 7.64% കുറഞ്ഞു. ഈ ഗോപകുമാറിന് കിട്ടുന്ന കാര്യം കൂടി പറയണമല്ലോ. CPയുടേത് 7.64% കുറഞ്ഞു. BJP 2ാം സ്ഥാനത്ത് വന്നു 2016 2021. 2021 BJPക്ക് 5.69% കൂടി ചാത്തന്നൂര്. 2016 CPIക്ക് 1.9% കുറഞ്ഞു. BJPക്ക് 21.56% കൂടി ഒറ്റടിക്ക്. അതാണ് ഈ ഗോപകുമാർ കൈവരിച്ചൊരു വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 2016 CPIക്ക് 50.76% ഉണ്ടായിരുന്നു ചാത്തന്നൂര്. അത് 2021 43.12% കുറഞ്ഞു. കോൺഗ്രസ് 2016 19.01, 2021 24.93. ചവറ ഇന്നുവരെയും ലെഫ്റ്റാണ്. പുനലൂരിൽ ഒരിക്കൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. ചടയമംഗലത്തും അങ്ങനെയാണ്. അപ്പോൾ ചവറയുടെ ഒരു പ്രത്യേകത, ചവറ ഒരു തൊഴിലാളി മേഖലയാണ്. വലിയ ഫാക്ടറികൾ, KMML, കശുവണ്ടി, പിന്നെ RSPയുടെ കോട്ടയാണല്ലോ ഈ പ്രദേശം. ബേബി ജോണിന്റെ സ്വാധീന മേഖലകളും ഇപ്പൊ ഉണ്ടോ? പഴയ സ്വാധീനമൊക്കെ RSPയുടെ. എന്നാലും ജയിച്ചു പോരുന്നുണ്ട്. ശ്രീകണ്ഠൻ നായരുടെയും ഒക്കെ അതെ, ശ്രീകണ്ഠൻ നായരുടെ ഒക്കെ. അപ്പോൾ കോൺഗ്രസ് അത്യാവശ്യം വേരുള്ള സ്ഥലമാണ് ഈ കുണ്ടറ. അതൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും അത് പൊക്കോളും. കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ് കൊല്ലത്ത്. പൊതുവെ കോൺഗ്രസിന് വലിയ ഗുണമുണ്ടെന്ന് കരുതാൻ വയ്യ. തിരുവനന്തപുരത്ത് ഇല്ല. കൊല്ലത്തും സ്ഥിതി തദൈവ. അതാണ് സംഭവം. ഏതായാലും നമ്മൾ ഇത് ഒരു പക്ഷം പിടിക്കാതെയുള്ള, നമ്മൾ BJP ഇപ്പോൾ ബാക്കി LDFകാരും UDFകാരും പണങ്ങണ്ട. നമ്മൾ ഫസ്റ്റ് ഫേസിൽ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ BJPയുടെ കേരളത്തിലെ സാധ്യതകൾ മാത്രമാണ് പരിശോധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് പറയാൻ ഞങ്ങൾ അടുത്ത റൗണ്ട് വരും. BJP ഒന്ന് തീർത്തോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.